ഹായ് എവറിബഡി. സോ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സാം അറ്റൻഡ് ചെയ്യുന്ന നമ്മളുടെ മെയിൻ ഘടകമായ ആൻസർ ഷീറ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് നോക്കാം നമുക്ക്. സോ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലും നമ്മളുടെ ആൻസർ ഷീറ്റ് ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമിനറിന് എക്സാം ഷീറ്റ് നോക്കുന്ന സമയത്ത് അതിൽ ചില വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താനും നമുക്ക് മാർക്ക് സ്കോറിങ്ങിൽ ചില ഡിഫറൻസ് വരുത്താനും അതിലൂടെ സാധിക്കും. സോ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ളത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ അറിയാലോ. സോ എന്തായാലും നമ്മൾ എഴുതുന്ന നമ്മുടെ എക്സാം ഷീറ്റിൽ നമ്മളുടെ റൈറ്റിംഗ്, നമ്മുടെ എഴുത്ത്, ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും നല്ല രീതിക്കും വൃത്തിയുള്ള രീതിക്കും ലെജിബിൾ ആയിട്ടും ആയിരിക്കാനുള്ളത് നന്നായി ശ്രദ്ധിക്കുക. അതായത് നമുക്കറിയില്ല ആരാ നമ്മൾ എക്സാം പേപ്പർ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ചില ആളുകൾ വളരെ ചെറുതാക്കി എഴുതും, എന്നാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. എങ്ങാനും ഫോർ ദ ബാഡ് ലക്ക് ആ എക്സാം പേപ്പർ നോക്കുന്നത് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ അത് നമുക്ക് വലിയ വിനയായിട്ട് മാറും. സോ എപ്പോഴും ലെജിബിൾ ആയിട്ടുള്ള രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എസ്സേസ് എഴുതുന്ന സമയത്ത് എസ്സേസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് എക്സാമിന് വരുന്ന ഒരു പോർഷനാണ്. എസ്സേ 5 മാർക്സിന് ഉണ്ടാവാറുണ്ട്, 10 മാർക്സിന് ഉണ്ടാവാറുണ്ട്. അവിടെ അവർ ഓൾറെഡി മെൻഷൻ ചെയ്യും 200 വേർഡ്സ് അല്ലെങ്കിൽ 2 സൈഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ മെൻഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ എസ്സേ എഴുതുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു ഫ്ലോയിൽ എഴുതി പോവാതെ അതിന് കൃത്യമായിട്ടുള്ള സബ് ഹെഡിങ്സ് കൊടുത്ത് അതിനെ കൃത്യമായ രീതിയിൽ പാരഗ്രാഫ് വൈസ് ആക്കി എഴുതുന്ന സമയത്ത് വായിക്കുന്ന ആൾക്കും എക്സാമിനർ അത് വായിക്കുകയാണെങ്കിൽ അവർക്ക് അതിലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യാനും അത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഓരോരോ പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഈ ഓരോരോ പാർട്ടിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്തും അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെയുള്ള സൈഡ് ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ കൊടുത്തിട്ട് നമ്മളത് കറക്റ്റായ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അത് നോക്കുന്ന ആൾക്ക് അത് ഭയങ്കര ഒരു ഈസി ഫീൽ ചെയ്യാനും അതിൽ ഒരു അങ്ങനെയുള്ള ഓരോ ചെറിയ ടിപ്സിൽ അവരെന്ത് ചെയ്യും, ഒരു കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ട് എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയും നമുക്ക് എക്സാമിന് ചെറിയ രീതിക്ക് അത് നന്നായി നമുക്ക് സ്കോറിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എക്സാം ഷീറ്റിൽ വരുത്തുകയാണെങ്കിൽ ഇറ്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. നമ്മുടെ സ്കോറിങ്ങിനെ ഡെഫിനറ്റായിട്ടും അത് എഫക്റ്റ് ചെയ്യും. അത് കാണുന്ന ഒരു എക്സാമിനറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പേഴ്സണാലിറ്റീനെ അവിടെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് അത്യാവശ്യം കുറച്ച് ധാരണയൊക്കെ ഉണ്ട്, പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഈ കുട്ടി വന്നിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ ഒരാൾക്ക് വരുമ്പോൾ തന്നെ ആ ആൾ പിന്നെ എക്സാം ഷീറ്റ് നോക്കുമ്പം അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ നമ്മുടെ സ്കോറിങ്ങിൽ ഉണ്ടാവും. സോ ദീസ് ഓൾ ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ബി ടേക്കൻ കെയർ വെൻ വി ആർ റൈറ്റിംഗ് ദ എക്സാം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ്. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് എക്സാം ഷീറ്റ്. താങ്ക് യു.